ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഒരു ചെമ്മീൻ അടയാണ്. ഇത് മലബാർ സ്പെഷ്യലാണ്. അപ്പോൾ ചില ഭാഗത്തൊക്കെ ഇത് ചുരുട്ട് എന്നൊക്കെ പറയും, ചെമ്മീൻ ചുരുട്ട് എന്ന് പറയും. നമ്മളെ ഭാഗത്ത് ഇത് അട എന്ന് പറയും. അപ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾ കഴിച്ചതിന് ശേഷം നമ്മുടെ വീഡിയോക്ക് ലൈക്കും ഷെയറും ചെയ്താൽ മതി. അത്രക്കും സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ ഇത് ഗസ്റ്റൊക്കെ വരുമ്പോഴൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയൊരു ഐറ്റംസാണ്. അപ്പോൾ ഇത് തികച്ചും ഓയിലൊന്നും അധികം ഉപയോഗിക്കാതെ നമ്മളിത് ഉണ്ടാക്കുന്നത്. ആവിയിൽ വേവിക്കുന്നത് കൊണ്ട് തന്നെ നല്ല സൂപ്പർ ടേസ്റ്റാണ്. ചെമ്മീൻ ക്ലീൻ ആക്കി വെച്ചതാണ്. ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്തിട്ട് ഒരു അരമണിക്കൂർ മസാല പിടിക്കാൻ വേണ്ടി വെക്കുക. അപ്പം അതിനുശേഷം ഉരുളി എടുത്ത് അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് ഫ്രൈ ആക്കി എടുക്കുക. അത് ഒരുപാട് ഫ്രൈ ആക്കരുത്, ഡീപ്പായിട്ട്. അപ്പൊ ചെമ്മീൻ ഫ്രൈ ആക്കിയിട്ടിരിക്കുന്ന അപ്പൊ കോരി മാറ്റാൻ ഇതിലേക്ക് 2 ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തൊന്ന് വഴറ്റിയെടുക്കുക. വഴറ്റിയെടുത്തതിന് ശേഷം 1 സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, അല്പം കറിവേപ്പിൻ്റെ എല്ലാം കൂടെ ഇട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. വഴറ്റിയെടുത്തതിന് ശേഷം 1 തക്കാളി ജ്യൂസ് അടിച്ചും കൂടി ചേർത്ത് കൊടുക്കുക. എന്നതിന് ശേഷം ഒന്നുകൂടെ മിക്സ് ചെയ്യുക. എന്നതിന് ശേഷം നല്ലത്തെ ഫ്രൈ ആക്കി വെച്ചിരിക്കുന്ന ചെമ്മീൻ ഇട്ട് നന്നായി ഒന്ന് വഴറ്റി തേങ്ങ, ഉള്ളി, പെരിഞ്ജീരകം എല്ലാം കൂടി ചേർത്ത് മിക്സിയിലിട്ട് നന്നായി ഒന്ന് അടിച്ചെടുക്കുക. അടിച്ചെടുത്തതിന് ശേഷം അപ്പൊ ഇത് അടിച്ചെടുത്തതിന് ശേഷം എന്ത് ചെയ്യാന്ന് വെച്ചാൽ 2 ടീസ്പൂണ് ചെമ്മീൻ മസാലയിൽ ഇട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. എന്നതിന് ശേഷം അടച്ചട വെക്കുക. ബാക്കി വരുന്നത് ഈ മാവ് ഉണ്ടാക്കുന്നതിന് ഇട്ട് കൊടുക്കുക. അപ്പൊ നല്ല സൂപ്പർ ടേസ്റ്റ് ആയിക്കാരം. ഇനി ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് അതിലേക്ക് 1 സ്പൂണ് ഉപ്പിട്ട് കൊടുക്കുക. തിളച്ച് വരുമ്പോൾ അരിപ്പൊടി ഇട്ട് കൊടുക്കുക. അരിപ്പൊടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുക. വാട്ടിയെടുത്തിട്ട് അത് കുഴച്ചെടുക്കുക. പത്തിരിക്ക് പത്തിരിയുടെ അതേ ഷേപ്പിൽ. അതുപോലെ തന്നെ ഇതിൽ കുറച്ച് തേങ്ങ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള തേങ്ങയുടെ ബാക്കി ഇതിൽ ആക്കി കൊടുക്കുക. എന്നുവെച്ചാൽ നന്നായി കുഴച്ചിട്ട് ഇതുപോലുള്ള ഒരു ബോൾസ് ആക്കി എടുക്കുക. ബോൾസ് ആക്കിയിട്ട് നമ്മൾ പത്തിരി പ്രസ്സിൽ വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് ഇതുമാതിരി പ്രസ് ചെയ്യുക. പ്രസ് ചെയ്തതിന് ശേഷം ഇത് ഒരു വാഴയിലേക്ക് മാറ്റിയിട്ട് ഇതിൽ ചെമ്മീൻ്റെ ഫില്ലിങ് ഇതിൽ ചേർത്ത് കൊടുക്കുക. ചേർത്ത് കൊടുത്തിട്ട് ഇത് ചുരുട്ടിയെടുക്കുക. ചുരുട്ടിയെടുത്തിട്ട് എല്ലാം ഇതുപോലെ റെഡിയാക്കി എടുക്കുക. ഓരോന്നോരോന്നായിട്ട് നമ്മൾ ഒന്നേ കാണിക്കുന്നുള്ളൂ, വീഡിയോ ലെന്ത് കൂടെ ഉണ്ടായെന്ന് കരുതിയിട്ടാണ്. അപ്പൊ ഇതുപോലെ അടയുടെ അതേ ഷേപ്പിലാക്കി എടുക്കുക. ഷേപ്പിലാക്കിയിട്ട് എല്ലാം ഇതുപോലെ തന്നെ റെഡിയാക്കി എടുക്കുക. നമ്മൾ അങ്ങനെ എല്ലാം ഇവിടെ ഇത് റെഡിയാക്കി എടുത്തു കഴിഞ്ഞു. ഇനി ഇത് ആവിക്ക് വേവിക്കാണ്. ഇതിൽ വെള്ളം വെച്ചിട്ട് ഒരു വെച്ച് അതിലേക്ക് എല്ലാം റെഡിയാക്കി വെച്ചതിന് ശേഷം അടച്ചു വെക്കുക. ഒരു 15 മിനിറ്റ് ആവിക്ക് ഒന്ന് വേവ്. അവനിത് ഓരോന്ന് എടുത്ത് മാറ്റി ഒന്ന് തുറന്ന് കാണിച്ചു തരാം. നല്ല സൂപ്പറാണ് ഇത് ചെമ്മീൻ അട. ഇതുപോലെ ഒരു ഐറ്റംസ് നിങ്ങൾ എവിടുന്നും കിട്ടിക്കാണൂല. സൂപ്പർ ഐറ്റംസ്.